അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരെ വധിക്കുന്നവർക്ക് $58 ദശലക്ഷം, അതായത് ഏകദേശം 559 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രത്യേക ബില്ലിന്മേൽ ഇറാൻ പാർലമെന്റിൽ ചർച്ച പുരോഗമിക്കുന്നു. ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം അസീസിയാണ് ഈ നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടത്. കൗണ്ടർ ആക്ഷൻ ബൈ ദി മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന പേരിൽ തയ്യാറാക്കിയിരിക്കുന്ന പുതിയ നയ രൂപരേഖയിലാണ് വിവാദ നിർദ്ദേശമുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവർക്ക് പുറമെ US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പറെയും ഈ ബില്ലിലൂടെ ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇവരെ വധിക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കോ നിശ്ചിത തുക പാരിതോഷികമായി നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്ന് ഈ ബില്ലിൽ വ്യക്തമാക്കുന്നു. നമ്മുടെ പരമോന്നത നേതാവ് രക്തസാക്ഷിത്വം വരിച്ചതുപോലെ അതിന് കാരണക്കാരായ അമേരിക്കൻ പ്രസിഡന്റും സയനിസ്റ്റ് പ്രധാനമന്ത്രിയും സെൻകോം കമാൻഡറും തിരിച്ചടി നേരിടണം. ഏതൊരു മുസ്ലിമിനും സ്വതന്ത്രനായ വ്യക്തിക്കും ഇതൊരു മതപരവും പ്രത്യയശാസ്ത്രപരവുമായ ദൗത്യമായി ഏറ്റെടുക്കാമെന്നും ഇറാൻ പാർലമെന്റ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം അസീസി വ്യക്തമാക്കി. ഇറാനിയൻ പാർലമെന്റ് അംഗമായ മഹ്മൂദ് നവാവിയനും ഈ നീക്കത്തെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ടെഹ്റാനിലുണ്ടായ അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ അന്നത്തെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. ഈ വധത്തിന് പിന്നിലെ പ്രധാന ആസൂത്രകർ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ആണെന്ന് ഇറാൻ ആരോപിക്കുന്നു. അതിനുള്ള പ്രതികാരം എന്ന നിലയിലാണ് നിലവിൽ ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി വധശിക്ഷയും പാരിതോഷികവും പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. ചൂതാട്ടക്കാരനായ ട്രംപിനെയും കുട്ടികളെ കൊല്ലുന്ന നെതന്യാഹുവിനെയും നരകത്തിലേക്ക് അയക്കുന്നവർക്ക് വമ്പൻ പാരിതോഷികം എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഔദ്യോഗിക ബില്ലിന് പുറമെ കിൽ ട്രംപ് ക്യാമ്പയിനുകൾ ഇപ്പോൾ വ്യാപകമാവുന്നതായി റിപ്പോർട്ടുകൾ സൂചന നൽകുന്നുണ്ട്. വിവിധ ഇറാനിയൻ സൈബർ തീവ്രവാദ ഗ്രൂപ്പുകളും അതുപോലെ സമാനമായ തുക പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഹാക്കിംഗ് ഗ്രൂപ്പായ ഹൻഡാല ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനായി ഫണ്ട് സമാഹരിച്ചതായി അവകാശപ്പെടുന്നു. അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഹൻഡാല സംഘടനയിലെ അംഗങ്ങളെ പിടികൂടുന്നവർക്ക് $10 മില്യൺ പാരിതോഷികം വാഗ്ദാനം ചെയ്തതിന് മറുപടിയായിട്ടായിരുന്നു ഹൻഡാല ഈ പണപ്പിരിവ് തുടങ്ങിയത്. സൈബർ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന കിൽ ട്രംപ് ക്യാമ്പയിനിലൂടെ ഇതിനകം ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയും വലിയ തോതിൽ പണവും സമാഹരിച്ചതായാണ് ടെഹ്റാനിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുന്നതാണ് ഇറാന്റെ ഈ പുതിയ നീക്കം. ഇന്നലെ അമേരിക്ക ഇറാനിൽ നടത്താനിരുന്ന ശക്തമായ ആക്രമണം ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് മാറ്റിവെച്ചതായി പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിരുന്നു. സമാധാനത്തിനായുള്ള ചർച്ചകൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിനെയും അമേരിക്കയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു. ഈ നീക്കങ്ങൾ ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള നിലവിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ കടുപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ. മുൻപ് തന്നെ തന്റെ ജീവന് ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെ സമാധാന ചർച്ചകൾക്കായി ഇറാൻ പുതിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും അവയിൽ കാര്യമായ പുരോഗതി ഇല്ലെന്നാണ് വാഷിംഗ്ടണിലെ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നത്.